ഇപ്പം നമ്മൾ വന്നു കഴിഞ്ഞാൽ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. നല്ല വ്യക്തതയോട് കൂടിയിട്ടാണ് നമ്മൾ ഇലക്ഷന് നിൽക്കുന്നത് എന്നുള്ളതാണ് ധാരണ. വളരെ കൃത്യമായിട്ട് തന്നെ ഉണ്ട്. ഇതാണ് നമ്മൾ വന്നു കഴിഞ്ഞാൽ ചെയ്യാവുന്ന കാര്യങ്ങൾ. ഇത് നമ്മൾ കൃത്യമായിട്ട് പറയുന്നുണ്ട്. എപ്പോഴും ഇലക്ഷൻ നിൽക്കുമ്പോൾ എല്ലാവരും ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയും, നമ്മൾ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്യും. വാഗ്ദാനങ്ങൾ കൃത്യമായിട്ട് എല്ലാവരും ചെയ്യുന്നത് തന്നെയാണ്. എന്തുകൊണ്ട് ജനങ്ങൾ പീറ്റർ പാവർട്ടിക്ക് വോട്ട് ചെയ്യണം എന്നൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരം എന്തായിരിക്കും? അതായത് പാവർട്ടിയെ സംബന്ധിച്ച്, പാവർട്ടിയിലല്ല പൊതുവെ കേരളത്തിലെ UDF, അതായത് ഇടതുപക്ഷം വലതുപക്ഷത്ത് UDF മുന്നണിയിൽ ഇപ്പോൾ മത്സരിക്കുമ്പോൾ ഒരാളല്ല, ഒരു 3 പേരെങ്കിലും മിനിമം UDFനുണ്ടായിരിക്കും. അത്തരൊരു സാഹചര്യത്തിൽ ജയിക്കുന്ന സീറ്റ് അവിടെ ജയസാധ്യത കുറയുകയും വർഗീയ കക്ഷികൾ ആ ഇടത്തിലേക്ക്, ആ സ്പേസിലേക്ക് എത്തിപ്പെടാനുള്ള സാഹചര്യം ഉണ്ടാകുകയും ചെയ്യുന്നു. അത് വളരെ മോശപ്പെട്ട കാര്യമാണ്. അവർ ജയിക്കുന്ന ഇടങ്ങളിൽ അവർ കൃത്യമായി ഒരാളെ നിർത്തി വിജയിപ്പിക്കാനുള്ള കാര്യങ്ങൾ അവർ ചെയ്യണം. അത് അവരുടെ കാര്യമാണ്. പക്ഷേ അത് ചെയ്യാതെ അവർ 2-3 സ്ഥാനാർത്ഥികൾ, അധികാരത്തിലുണ്ടായിരുന്നവർ വീണ്ടും അധികാരമോഹം മൂത്ത് വീണ്ടും മത്സരിക്കുക. അതിനുശേഷം മത്സരിച്ചതിന് എതിർ വിഭാഗത്ത് പോയി നിന്ന് പല സ്ഥാനമാനങ്ങളും നേടിയെടുക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളാണ് പാർട്ടിയിൽ നടക്കുന്നത്. അത് നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ച ആൾ നേരെ നമ്മുടെ ചിന്തയ്ക്ക് അപ്പുറത്തുള്ളൊരു സ്ഥലത്ത് പോയിട്ട് അവർക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്ന് പറയുമ്പോൾ അത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. അത്തരം ആളുകളെ നമ്മൾ മാറ്റി നിർത്തുക തന്നെ വേണം. അത്തരം ആളുകളെ രാഷ്ട്രീയത്തിൽ നിൽക്കാൻ യോഗ്യരല്ല സത്യത്തിൽ. അവരെ നമ്മൾ ഒറ്റപ്പെടുത്തണം. കാരണം അല്ലെങ്കിൽ വർഗീയ ശക്തികൾ അധികാരത്തിലേക്ക് വരും. ഇപ്പം തന്നെ മരുതിയൂർ ഡിവിഷനിൽ 2ാം സ്ഥാനത്ത് കഴിഞ്ഞ പ്രാവശ്യം BJP ആണ് വന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങൾ ഈ 1ാം സ്ഥാനത്തുള്ള UDF പരസ്പരം പോരടിച്ച് മത്സരിച്ച് കഴിഞ്ഞാൽ അത് വർഗീയ ശക്തികളുടെ വോട്ടേകീകരണത്തിനും ഭരണനഷ്ടത്തിനും കാരണമാകും. അവർക്ക് ഭരണം നമ്മളിൽ നിന്ന് അവർക്ക് സിമ്പിളായിട്ട് കാര്യങ്ങൾ പിടിച്ചെടുക്കാവുന്ന സാഹചര്യം ഉണ്ടാകും. അതൊരിക്കലും അനുവദിക്കാൻ പാടില്ല. അത് നിർബന്ധമുള്ള കാര്യമാണ്. കാരണം നമ്മൾ ജീവിക്കാനുള്ള, മനോഹരമായി നമ്മൾ ജീവിച്ചിരുന്നത്, അതിനൊരു മാറ്റം വരിക എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. കാലം അങ്ങനെയാണ് പോകുന്നത്. അതിലേക്ക് പോവാതിരിക്കട്ടെ.